സെറ്റപ്പ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് എൻ്റെ അനിയന് വന്നിട്ടുണ്ട് വീഡിയോയിൽ. ഹായ് പറ. ഇതാണ് എൻ്റെ 2025 ബുള്ളറ്റ് ജേർണൽ ബുക്ക്. ഇത് എൻ്റെ കയ്യിൽ നേരത്തെയുള്ള ബുക്കാണ്, അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ബൈൻഡിങ് വരുന്ന ആ ഒരു പേജിൽ ഞാൻ വെക്കുന്നത് കേക്ക് ടോപ്പറാണ്. ഇത് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടും വെക്കാം. കേക്ക് ടോപ്പറിലുള്ള ടൂത്ത് പിക്ക് നമുക്കെടുത്ത് മാറ്റിയിട്ട് ഒട്ടിക്കാം. താഴെ ഞാൻ 2025 ഒട്ടിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ഈ 2025 എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ വേറെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പേജ് ഡെക്കറേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ഞാൻ ഫസ്റ്റത്തെ ആ ഒരു മെയിൻ പേജ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ആ ഒരു മോണിറ്റർ മാറ്റിയിട്ട് പെൻഗ്വിനെ ആഡ് ചെയ്തു. പക്ഷേ എന്നിട്ടും എനിക്കെന്തോ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ അത് മാറ്റി. അങ്ങനെ ഞാൻ വേറെ കുറച്ച് സ്റ്റിക്കേഴ്സ് കട്ട് ചെയ്തെടുത്തു. അങ്ങനെ നമുക്ക് നമ്മുടെ മെയിൻ പേജ് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ബ്ലൂ തീമിലാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ റാൻഡം ആയിട്ടാണ് സ്റ്റിക്കേഴ്സ് വെക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ബ്ലൂ പേപ്പർ എടുത്തിട്ട് ഡോട്ടൽ ലൈൻസ് ഇട്ട് അതിൽ നമുക്ക് കോഡ്സ് എഴുതാം. ഇനി നമുക്ക് ബ്ലൂ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് കുറച്ച് ഡെക്കറേഷൻ ചെയ്തിട്ട് അതിൻ്റെ മേലെയും കോഡ്സ് എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനിയും നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് എടുത്തിട്ട് കുറച്ച് ഡോട്ടൽ ലൈൻസ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇതാണ് മെയിൻ പേജിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് ബൈൻഡിങ് വരുന്ന അവിടെ ഇൻഡിവിജ്വലി നമ്പേഴ്സ് എല്ലാം ഒട്ടിക്കാം. ഇനി നമുക്ക് ജാനുവരി തീം ചെയ്യാം. ഞാൻ സോഫിയയുടെ തീമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കേക്ക് ടോപ്പേഴ്സിൽ നിന്ന് എടുക്കാം. ആദ്യം ഞാൻ സോഫിയുടെ സ്റ്റിക്കർ ഒട്ടിച്ചു. താഴെ സോഫിയുടെ ഫസ്റ്റ് എന്ന് എഴുതി, പക്ഷേ അത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ ഇൻട്രോ സോങ് എഴുതി, അതും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് തീം ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് ബോ ഓർമ്മ വന്നു. അപ്പോൾ നമുക്ക് ആ ഒരു തീമിൽ ചെയ്യാം. മെയിൻ പേജിൽ ഞാൻ കുറേ ക്യൂട്ടായിട്ടുള്ള ബോസാണ് വരയ്ക്കുന്നത്. ബോസ് ഫിൽ ചെയ്തതിന് ശേഷം നമുക്ക് ജാനുവരി എന്ന് എഴുതി കൊടുക്കാം. അത് എഴുതിയതിന് ശേഷം ഞാൻ വീണ്ടും കുറച്ച് ബോ വരച്ചു. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. മന്ത് ഞാൻ പെണ്ണ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഗോൾസും കാര്യങ്ങളൊക്കെ കുറച്ച് പേജ് വിട്ട് എഴുതാണ്ടതാണ്, പക്ഷേ ഞാൻ മറന്നുപോയിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഗോൾസ് എഴുതാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോൾ പേജിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമ്മൾ ചെയ്യുന്നത് കാലണ്ടർ പേജാണ്. ഞാനൊരു പിങ്ക് പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് പിന്നെ കാലണ്ടറിന് എഴുതുന്നുണ്ട്. ഞാൻ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. അപ്പോൾ അതാണ് ഇത്രയും പെട്ടെന്ന് കഴിഞ്ഞത്. ഇതാണ് കാലണ്ടർ പേജ്. കാലണ്ടർ പേജ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു സ്നാക്ക് ബ്രേക്കൊക്കെ എടുത്തു. അങ്ങനെ യമ്മി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. നമ്മൾ ചെയ്യുന്നത് മൂഡ് ട്രാക്കറാണ്. മൂഡ് ട്രാക്കറിൽ ഞാൻ റാൻഡമായിട്ട് കുറച്ച് പിക്ചേഴ്സ് വരച്ചിട്ട് നമ്മുടെ മൂഡിനനുസരിച്ച് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ക്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സാണ് ഞാൻ കൊടുത്തത്. എൻഡിലായിട്ട് നമുക്കൊരു ക്യൂട്ട് ബോ വരച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജാനുവരി തീം. ഇനി നമുക്ക് ഫെബ്രുവരി തീം ചെയ്യാം. ഞാൻ റോസ് ഫ്ലവേഴ്സ്, അതായത് റോസാപ്പൂക്കളുടെ തീമിലാണ് ചെയ്യുന്നത്. താഴെ ഞാൻ ഒരു സെക്ഷൻ ഗോൾസിന് വേണ്ടിയും കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാലണ്ടർ പേജാണ് ചെയ്യുന്നത്. കാലണ്ടർ സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ നമ്മൾ ഇവൻറ്റ്സ് കൊടുക്കുന്നുണ്ട്, യൂട്യൂബിൻ്റെ ഒരു സെക്ഷൻ കൊടുക്കുന്നുണ്ട്, പിന്നെ അപ്പുറത്തായിട്ട് എക്സാം സെക്ഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ മെയിൻ പേജ് നമ്മൾ ഫുൾ ഹാർട്ട്സ് കൊണ്ട് ഫില്ല് ചെയ്തു. പിന്നെ നമ്മൾ കാലണ്ടർ പേജിൽ തന്നെ കുറച്ചും കൂടി ഡെക്കറേഷൻസ് കൊടുത്ത് നമ്മുടെ മെയിൻ പേജ് നമ്മൾ ഫില്ല് ചെയ്തു. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് പേജ് നമ്മൾ ചെയ്തത് മൂഡ് ട്രാക്കറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഹാർട്ട്സ് ആണ് മൂഡ് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പേജ് ട്രാക്കർ പേജാണ്. അതിൻ്റെ എൻഡിലായിട്ട് നമ്മൾ ഒരു റോസും പിന്നെ കുഞ്ഞി ഹാർട്ട് വരുന്ന പ്ലാൻസും വരച്ചിട്ടുണ്ട്. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് പേജ് നമ്മുടെ സ്റ്റഡി ട്രാക്കറാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡേറ്റ്, സബ്ജക്ട്, ടാസ്ക് ടു ബി ഡൺ, ഡ്യൂ ഡേറ്റ് ഡൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തേക്ക് നമ്മുടെ ജേർണൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജേർണലിൻ്റെ ഫുൾ ലുക്ക് കാണാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. If you like this video, give me a big thumbs up and don't forget to subscribe to my channel. അപ്പോൾ ഇതുപോലെ